അറിയാമോ, ലെഡ് അടങ്ങിയ പെയിന്റ്സ് നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിശക്തി ദുർബലമാക്കിയേക്കാം. സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ നെരോലാക് ലെഡ് ഫ്രീ പെയിന്റ്സ്. MCR മുണ്ടുകൾ അവതരിപ്പിക്കുന്നു അൽഫോൻസാമ്മ. 1984 നവംബർ 9 അൽഫോൻസാമ്മയ്ക്ക് ധന്യ എന്ന പദവി നൽകി. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ നടന്ന രോഗശാന്തിയാണ് പിന്നീട് അന്വേഷിച്ചത്. അന്തിമ പരിഗണനയിൽ വന്ന 3 എണ്ണത്തിൽ ബന്ധുക്കളെയും നാട്ടുകാരെയും ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരെയും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ഡോക്ടർമാരുടെയും സംഘം പരിശോധിച്ചു. ഇതിൽ കാഞ്ഞിരപ്പള്ളി അത്തിയാലിൽ കുഞ്ഞേട്ടന്റെ ജന്മനാ വളഞ്ഞിരുന്ന കാല് അൽഫോൻസാമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് നിവർന്നു എന്ന് സ്ഥിരീകരിച്ചു. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ കോട്ടയത്ത് വെച്ച് അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ടവൾ എന്ന പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും അത്ഭുതം നടന്നെന്ന് സഭ അംഗീകരിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടം ആരംഭിക്കുകയുള്ളൂ. അതിന് നിമിത്തമായത് കോട്ടയം ജില്ലയിലെ മണ്ണാറപ്പാറ ഉഴുതൊട്ടിയിൽ ജിനിൽ ആയിരുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ജിനിൽ 1998 മെയ് 5 ഏറ്റുമാനൂർ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ജനിച്ചത്. ജനിച്ചപ്പോൾ തന്നെ 2 കാൽപാദങ്ങളും അകത്തേക്ക് വളഞ്ഞ അവസ്ഥയിലായിരുന്നു. പിറ്റേ ദിവസം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി ഡോക്ടർ റെഫർ ചെയ്തതനുസരിച്ച് 2 കാലിനും പ്ലാസ്റ്റർ ഇട്ടു. അര മുതൽ വിരൽ വരെയുള്ള ഭാഗം വരെ പ്ലാസ്റ്റർ ഇട്ടു. കഷ്ടിച്ചൊരു 10-15 ദിവസമേ കാലിൽ പ്ലാസ്റ്റർ കിടന്നുള്ളൂ. അതിനോടകം ഒരു 3-4 പ്രാവശ്യം പ്ലാസ്റ്റർ വെട്ടിമാറ്റി. അപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റർ വെട്ടിമാറ്റിയ സമയത്ത് കാല് മൊത്തം വ്രണമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ പറ്റത്തില്ല, പ്ലാസ്റ്ററിന് അലർജിയാണ്, അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനേ ഉള്ളത്, ഇപ്പോൾ ഉടനെ ചെയ്യേണ്ട കാര്യമില്ല, ആദ്യം വ്രണമൊക്കെ ഭേദമാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ചികിത്സയ്ക്കായി ഓപ്പറേഷൻ ചെയ്താൽ പോലും ഇടതുകാലിന്റെ കാര്യം സംശയമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓപ്പറേഷന്റെ കാര്യത്തിനെ കുറിച്ച് പിന്നെ ഞങ്ങൾ നല്ലൊരു തീരുമാനത്തിലെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം ഇതുപോലെ ഈ അസുഖത്തോട് ജനിച്ച കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഭേദമാവുകയുമില്ല. മാത്രവുമല്ല ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ചത് തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി നടക്കേണ്ട പ്രായമായപ്പോൾ എഴുന്നേറ്റ് നടക്കാനും മുട്ടിന് കീഴ്പോട്ട് ബലമില്ലാത്ത അവസ്ഥയായതുകൊണ്ട് എഴുന്നേറ്റ് നടക്കേണ്ട സമയത്ത് കുട്ടി ചന്തിയിൽ നിരങ്ങി നടക്കുകയായിരുന്നു. ഫാദർ ജോസ് വള്ളോമ്പുരയിടം അച്ഛൻ ഇങ്ങനെ വരികയും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കൊച്ചിന്റെ അവസ്ഥ കണ്ട് അച്ഛൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ അടുത്ത് കൊച്ചിനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക. അൽഫോൻസാമ്മയ്ക്ക് കാല് വൈകല്യമുള്ളവരോട് പ്രത്യേക താല്പര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോകാൻ പറഞ്ഞ അതനുസരിച്ച് ഞങ്ങൾ അൽഫോൻസാമ്മയുടെ അടുത്ത് പോയി അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ കിടത്തി പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. ഞങ്ങൾ വളരെ തീക്ഷ്ണമായിട്ട് കുട്ടിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു 2-3 മണിക്കൂർ സമയം ഞങ്ങളോട് ചെലവഴിച്ചു. തിരിച്ച് ഞങ്ങൾ കാപ്പുനിലയിലുള്ള എൻ്റെ വീട്ടിൽ പോയി സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളിങ്ങനെ നിലത്ത് പാ വിരിച്ചിട്ട് കുട്ടി ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന ഏറെക്കുറെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ കൊന്തയില് പകുതിയായ സമയത്ത് കൊച്ചു ചാടി ഞങ്ങളുടെ 2 പേരുടെയും തോളത്ത് പിടിച്ച് ചാടി അങ്ങ് എഴുന്നേറ്റ് ഒരു 3-4 സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. ഇപ്പോൾ ഉണ്ടായ അവസ്ഥ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പറയണമെന്നറിയാൻ പാടില്ലായിരുന്നു. ഇത് അൽഫോൻസാമ്മ വഴി ദൈവം ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റി. ഈ അത്ഭുതത്തിന്റെ വെളിച്ചത്തിൽ രൂപതാ കോടതി തുടർച്ചയായി 42 ദിവസം സമ്മേളിച്ച് 40 സാക്ഷികളിൽ നിന്നും 12 ഡോക്ടർമാരിൽ നിന്നും തെളിവെടുത്തു. 2006 മാർച്ച് 23 5 ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ കൌൺസിലും തിയോളജിക്കൽ കൌൺസിലും ജിനലിന്റെ കാല് നിവർന്നത് അത്ഭുതമാണെന്ന് അംഗീകരിച്ചു. 2007 ജനുവരി 10 മെത്രാന്മാരുടെയും കർദിനാൾമാരുടെയും കൌൺസിലിൽ അത്ഭുതം അംഗീകരിച്ചു. 2008 ഒക്ടോബർ 12 റോമിൽ വച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.